പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ തുടർ നടപടികളിൽ പോലീസ് നിയമോപദേശം തേടും. ഇതിനുശേഷം പ്രതി രാഹുലിനായി കസ്റ്റഡി അപേക്ഷ നൽകുന്നതിൽ തീരുമാനമെടുക്കും. കഴിഞ്ഞ കേസിലെ യുവതിയുടെ മൊഴിമാറ്റം കണക്കിലെടുത്താണ് പോലീസ് നീക്കം. ദൃശ്യ പുതിയ അടുത്ത വിശദാംശങ്ങൾ നൽകും. ദൃശ്യ, ഇതിലിപ്പോൾ കഴിഞ്ഞ പരാതിയിൽ ഈ പരാതിക്കാരി മൊഴി മാറ്റിയ പശ്ചാത്തലത്തിൽ ഒരു സാധാരണ നീക്കങ്ങളുമായി പോലീസിന് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഒരു നിയമോപദേശത്തിലേക്ക് പോകാം എന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞത്? ഇനിയുള്ള പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്? പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ 1.5 മാസത്തിനിടെ ഹൈക്കോടതി കേസ് റദ്ദാക്കിയ വിധി വന്ന് 1.5 മാസത്തിനിടെയാണ് പുതിയ കേസുമായി യുവതി വരുന്നത്. ഇതിൽ പ്രോസിക്യൂട്ടറുമായി പോലീസ് കൂടിയാലോചന നടത്തുന്നുണ്ട്. കൂടെ തന്നെ രാഹുൽ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചാൽ പഴയ കേസിൻ്റെയും നേരത്തെ ഉണ്ടായിരുന്ന കേസിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് പോലീസിൻ്റെ നീക്കം. കഴിഞ്ഞ കേസിൽ രാഹുലിനെതിരെ പോലീസ് കേസെടുത്തതിന് ശേഷം യുവതി മൊഴി മാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ പുതിയ നീക്കം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വീണ്ടും മർദ്ദനവുമായി യുവതി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുന്നത്. യുവതിയെ ഭർത്താവായ രാഹുലിന്റെ അമ്മയും ചേർന്നാണ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. അവിടെ നിന്ന് കൊണ്ടുവരുന്ന ആംബുലൻസിൽ വെച്ചും ഈ ഭർത്താവ് രാഹുൽ യുവതിയെ മർദ്ദിച്ചതായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് ആദ്യം എത്തിയപ്പോൾ യുവതി പരാതിയില്ല എന്നായിരുന്നു പോലീസിനോട് പറഞ്ഞത്. ശേഷം യുവതിയുടെ മാതാപിതാക്കൾ എത്തിയതിനു ശേഷമാണ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി യുവതി കേസ് കൊടുത്തത്. സൈഫുദ്ദീൻ. ശരി, ദൃശ്യ പുതിയ അടുത്താണ് വിശദാംശം.